ഇന്നത്തെ മെയിൻ സ്പോട്ട് എന്ന് പറയുന്ന ആ ഒരു ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഹലോ കൂട്ടുകാരെ, ICC വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറേ നാളിന് ശേഷമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ട്രാവൽ വീഡിയോ. ലാസ്റ്റ് നമ്മൾ ഗോവയിലേക്ക് പോയ ഒരു കണ്ടിന്യൂസ് സീരീസ് ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമുക്കൊരു വീഡിയോ. അതിനു മുമ്പ് നമ്മൾ കുറേ ഉത്സവങ്ങളും പെരുന്നാളുകളൊക്കെയും കാണിച്ചായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര പറമ്പിക്കുളം ടൈഗർ റിസർവ് ഫോറസ്റ്റിലേക്കാണ്, അതായത് പുലിയുള്ള കാട്ടിലേക്ക്. പുലി ഉണ്ടാവുമെന്ന് അറിയില്ല, എന്നിരുന്നാലും പ്രതീക്ഷയോടെ നമ്മൾ യാത്ര പുറപ്പെട്ടു. തൃശ്ശൂരിൽ നിന്നാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങിയത്. ഞങ്ങളെന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ടാണ് സുധിൻ, അവൻ്റെ ഒപ്പമാണ് ഇന്നത്തെ യാത്ര. അങ്ങനെ യാത്ര പുറപ്പെട്ട ആദ്യത്തെ നമ്മൾ സ്റ്റോപ്പ് പോയിന്റ് എന്ന് പറയുമല്ലോ, അത് നമ്മുടെ സേതുമട എത്തിയപ്പോഴാണ്. അവിടെ നമ്മൾ ചായക്കും കുടിക്കാമെന്ന് കരുതി ഞങ്ങൾ ഇറങ്ങി. അവിടെ എത്തിയപ്പോൾ കടികളൊക്കെ നോക്കിയപ്പോഴാണ് നല്ല ചൂട്ടോടെ പപ്സ് കൊടുക്കുന്ന അവിടെ എഴുതിയിട്ടിരിക്കുന്നത് കണ്ടത്. കൂടെ കഴിക്കാനായിട്ട് നമുക്ക് കാരപ്പൊടി ഇവിടെ വെച്ചിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ പോയവർക്കറിയാം ഈ പൊടിയുടെ പ്രത്യേകത. ഒരു പ്രത്യേക ടേസ്റ്റാണ്, എരിവാണ് സംഭവം. അപ്പോൾ പപ്സിൻ്റെ ഒക്കെ നല്ല ചൂട്ടോടെ പപ്സ് കിട്ടി. നമ്മുടെ തൃശ്ശൂരൊന്നും ഇപ്പോൾ ഒരുപാട് ഞാൻ പല കടകളിലും കയറിയിട്ടുണ്ട്. ഇപ്പോൾ ചൂടാക്കി ഓവനിൽ വെച്ച് ചൂടാക്കി കൊടുക്കുന്നവർക്ക് വളരെ കുറച്ച് ഇല്ലയെന്ന് തന്നെ പറയാം. ഇപ്പം എല്ലാവരും ഉണങ്ങി വരേണ്ട പപ്സുകളൊക്കെയാണ് കൊടുക്കണത്. ചൂട്ടോടെ കാലത്ത് വന്നാൽ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ അവർ തണുത്ത് മരവെച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ കൊടുക്കണത്. നല്ല സ്ഥലങ്ങൾ തൃശ്ശൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കമൻറ്റ് ചെയ്യുക, നല്ല ചൂട്ടോടെ പപ്സ് ഇപ്പോഴും കൊടുക്കുന്നവരുണ്ടെങ്കിൽ. അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അവിടുത്തെ റോഡുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പോകും വഴിക്ക് മാവുത്തോട്ടം, ഒരുപാട് മാവുകളും പിന്നെ തെങ്ങും തോപ്പ്, ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ നമ്മൾ ഒടുവിൽ പ്രവേശിക്കുകയാണ്. എവിടേക്ക്? നമ്മുടെ ആനമലൈ ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റാണ്, പൊള്ളാച്ചിയിലാണ് ഇത് സംഭവം. അപ്പം അങ്ങനെ നമ്മൾ ഇവിടേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് സുധിന് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടുത്തെ വിവരങ്ങളൊക്കെ ചോദിച്ചറിയാം എന്ന് കരുതി അവനറിഞ്ഞ് അങ്ങനെ പോയി. നമുക്കിവിടെ എൻട്രി കൊടുക്കണം. എൻട്രി മാത്രമല്ല, നമുക്കൊരു പാസ് എടുക്കണം. ഇവിടുത്തെ എൻട്രി ടൈം എന്ന് പറയുന്നത് 7 മണി തൊട്ട് 4 മണി വരെയാണ് വൈകിട്ട്. പിന്നെ പ്ലാസ്റ്റിക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ വാഹനങ്ങളൊന്നും നിർത്തിയിടാൻ പാടില്ല വഴിയിൽ, പോകുന്ന വഴിയിൽ. ഇവിടെ കാറിനാണെങ്കിൽ 50 രൂപയാണ് ഇവർ ചാർജ് ചെയ്യണേ, പെർ പേഴ്സണ് 30 രൂപ. അങ്ങനെ ഞങ്ങൾ 2 പേരുള്ളതുകൊണ്ട് ടോട്ടൽ ഞങ്ങൾ ഒരു 110 രൂപയാണ് നമുക്ക് ഇവിടുത്തെ എൻട്രി ചാർജ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ ഞാനിതിൽ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടവർക്ക് പോസ് ചെയ്ത് കാണാവുന്നതാണ്. അങ്ങനെ നമ്മൾ അവിടുത്തെ ചെക്ക് പോസ്റ്റിന് കുറച്ച് പോയപ്പോൾ പിന്നെ ചുരം കയറാൻ തുടങ്ങി. അതായത് ഹെയർ പിൻ ബെൻഡുകളൊക്കെയും നമ്മൾ സാധാരണ ഇപ്പോൾ മലപ്രദേശത്തേക്ക് പോകുമ്പോൾ കയറുന്ന ആ ഒരു ഫീൽ തന്നെ. അങ്ങനെ നമ്മൾ തിരിഞ്ഞ് കറങ്ങി ലാസ്റ്റ് നമ്മൾ വീണ്ടും കേരള ചെക്ക് പോസ്റ്റിലേക്ക് എത്തി. വെൽക്കം ടു കേരള എന്നൊക്കെ ഞങ്ങൾ ബോർഡ് കണ്ടു. ഇതാണ് നമ്മുടെ പറമ്പിക്കുളം ടൈഗർ റിസർവ്, അതായത് പുലിയുള്ള കാട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ തമിഴ്നാട്, കേരളത്തിൽ നിന്ന് പോയ ഞങ്ങൾക്ക് തമിഴ്നാട് ബോർഡർ ക്രോസ് ചെയ്തിട്ട് വീണ്ടും കേരളയിലേക്ക് തന്നെ ഞങ്ങൾ തിരിച്ചെത്താണ്. അതൊരു രസകരമായ സംഭവമായിരുന്നു. അപ്പോൾ ഇവിടെയും നമ്മൾ പാസ് എടുക്കേണ്ടതുണ്ട്. നേരത്തെ എടുത്ത പോലെ നമ്മൾ ഇവിടെയും പാസ് എടുത്തു. പക്ഷേ കാറിന് 50 രൂപയുടെ പകരം ഇവിടെ ചാർജ് ചെയ്യുന്നത് 85 രൂപയാണ്.
പിന്നെ ഇവിടെ ടീ കുടിക്കാനും മറ്റ് സൗകര്യങ്ങളൊക്കെ ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. സംഭവമൊക്കെ അടിപൊളിയാണ്. പക്ഷേ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് വിട്ടിട്ട് കേരള ചെക്ക് പോസ്റ്റിൽ കുറച്ചുകൂടി എക്സ്പെൻസീവാണ്. ഇപ്പം ഞാൻ കേരളത്തിന് പുറമെ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാം, ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ആയാലും എക്സ്പെൻസ് ആയാലും നമ്മൾ കേരളയിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ചാർജസ്. അപ്പോൾ വേണ്ടവർക്ക് പോസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണാം. ഞാൻ പറഞ്ഞത് തെറ്റല്ല എന്ന് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ നോക്കുമ്പോൾ തന്നെ കാണാം. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളെയും കാത്ത് അവിടെ ഒരു വണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ കാറിൽ നമുക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് വെഹിക്കിളിൽ നമുക്ക് കാടിനുള്ളിലേക്ക് പോവാം. പക്ഷേ നമ്മൾ പ്രിഫർ ചെയ്തിരിക്കുന്നത് ഒരു ബസ്സാണ്, ഒരു മിനി ബസ്. അപ്പോൾ മിനി ബസ്സിന് നമുക്കിവിടെ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കത് പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഓഫീസിൻ്റെ അടുത്ത് എത്തി. ഇവിടെ കാറൊക്കെയും പാർക്ക് ചെയ്തു. ഇപ്പോൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കണ്ടത് ഇവിടെ കുറേ വികൃതി കുട്ടന്മാരുണ്ട്, അതായത് കുരങ്ങന്മാർ. നമ്മൾ ഗ്ലാസ്സൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പണി കിട്ടുന്ന ഉറപ്പാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പല ഘട്ടത്തിലായിട്ട് ഈ കുരങ്ങന്മാരുടെ അഭ്യാസങ്ങളും ചെയ്യുന്ന കുറുമ്പുകളൊക്കെയും കാണാൻ സാധിക്കും. കാരണം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മൾ നോക്കി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ. ഇതുകൊണ്ടൊക്കെ തന്നെയാവാം നമ്മൾ ഈ മൃഗങ്ങളെ ഫീഡ് ചെയ്യരുത്, അതായത് റോഡ് സൈഡിലുള്ള കുരങ്ങന്മാരിനെ ഇതിനൊന്നും നമ്മൾ ഫീഡ് ചെയ്യരുതെന്ന് പറയുന്നത് ഇതുകൊണ്ടാവാം. പിന്നെ ഇവിടെ പല ടൂർ പാക്കേജസ് ഉണ്ട് കേട്ടോ. സൈക്കിളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പോവാം. പക്ഷെ ഇപ്പോൾ സൈക്കിൾ സഫാരി ഇപ്പോൾ ഇവിടെ ഇല്ല, അതൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് എന്തുകൊണ്ടോ. പിന്നെ ഇതൊക്കെ നമ്മൾ പോണ റൂട്ടുകൾ കാണിക്കുന്നതാണ്. നമ്മൾ 2 ഡാം പോകുന്നുണ്ട്. ഒന്ന് തൂനക്കടവ് ഡാമും പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ പറമ്പിക്കുളം ഡാമും. അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ തേക്ക് മരം. അതായത് വേൾഡിൽ തന്നെ, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ തേക്ക് മരം ഇവിടെയാണ്. അപ്പോൾ അതും കൂടി നമ്മൾ ഈ യാത്രയിൽ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ബസ് യാത്രയ്ക്കായിട്ട് സ്പെൻഡ് ചെയ്യണത് 400 രൂപയാണ് ഒരാൾക്ക്. അപ്പോൾ 2 പേർ കൂടി 800 രൂപയുടെ ബില്ലാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ ഞങ്ങളുടെ ബസ്സൊക്കെ വന്നു. അപ്പം ഞങ്ങളുടെ ബസ്സിൽ പോണ ആളുകളാണ് ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾ മുന്നിൽ കാണുന്നത്. ഭക്ഷണം എത്ര ആൾക്ക്? ഞങ്ങൾക്കാണെങ്കിൽ സീറ്റ്, ഞങ്ങൾ ലാസ്റ്റ് വന്ന കാരണം ഞങ്ങൾക്ക് ബാക്ക് സീറ്റാണ് കിട്ടിയത്. എങ്ങനെയാവും എന്താകും, എനിക്ക് വീഡിയോയ്ക്കും ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റുമോ, എല്ലാം ഒരു സംശയത്തോടെയാണ് വന്നിരുന്നത്. സ്പോട്ടിൽ 5 മിനിറ്റ് അറിയും കാണാം. പക്ഷേ നമ്മളിപ്പോൾ പുറപ്പെടുന്ന സമയം ഒരു അൺടൈം പോലെയാണ്. ഈ സമയത്ത് നമുക്ക് മൃഗങ്ങളെ എത്രമാത്രം കാണുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇതായാലും 2 ഡാമുണ്ട്. അത് പറമ്പിക്കുളം നാലിയാർ പദ്ധതിയിൽപ്പെട്ടത്. ഡാമിനകത്തേക്ക് നമ്മളെ പ്രവേശിപ്പിക്കില്ല. നമ്മൾ പുറത്തു തന്നെ കാണാം, ഫോട്ടോകൾ എടുക്കാം. പിന്നെ ലഞ്ചിനായിട്ട് നമ്മളൊരു 20 മിനിറ്റോളം വണ്ടി നിർത്തുക പറമ്പിക്കുളം ടൗൺഷിപ്പിൽ. അതാണ് നമ്മുടെ ട്രിപ്പ്. പിന്നെ എന്തെങ്കിലും മൃഗങ്ങൾ കാണുകയാണെങ്കിൽ ബഹളമില്ലാതിരുന്നാൽ ചിലപ്പോൾ ക്ലോസ് ആയിട്ട് കാണാൻ പറ്റും. പിന്നെ മറ്റൊരു സംഭവം എടുത്തു പറയാനുള്ളത്, നമ്മളിങ്ങനത്തെ ഫോറസ്റ്റ് റൂട്ടൊക്കെയും നമ്മൾ യാത്രകൾ ചെയ്യുമ്പോൾ പലരും നമ്മുടെ ബസ്സിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കൂടെ ഉള്ളവർ നമ്മളെ ബുദ്ധിമുട്ടിക്കാണ്ട് വേണം നമ്മളൊരു യാത്ര തുടരാൻ. പിന്നെ കാടിനാണെങ്കിൽ കാടിൻ്റെ ഉള്ളിലത്തെ വന്യമൃഗങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സൈലൻ്റായിട്ട്, അതായത് അധികം സൗണ്ടൊന്നും ഇടാണ്ട് വേണം ഇരിക്കാൻ. നമ്മുടെ കൂട്ടത്തിൽ വന്നവർ ആദ്യം ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് അതായിരുന്നു കണ്ടക്ടർ പറഞ്ഞ സൗണ്ട് കുറച്ചിട്ട് നമ്മൾ ഇരുന്ന് യാത്ര ചെയ്ത് ആസ്വദിച്ച് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും കാണാനായിട്ട് പറ്റും. കാരണം മൃഗങ്ങളുടെ സൗണ്ട് കേട്ടാൽ അത് അവരകന്ന് പോവും. അതാണ് അതിൻ്റെ ഒരു വാസ്തവം. പിന്നെ അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഇവിടുത്തെ തന്നെ ലോക്കൽ ഗാർഡൻസും, അതായത് നഴ്സറികൾ, ഇതെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. യാത്ര പുറപ്പെടുമ്പോൾ എന്താ സംഭവം എന്നുണ്ടെങ്കിൽ, ഞാൻ ബാക്കിലിരുന്നപ്പോൾ നല്ല കുലുക്കായിരുന്നു. കുലുങ്ങി ഒരു പരിവായി. അപ്പോൾ തന്നെ വിചാരിച്ച് ഈ യാത്ര കുളമായി എന്നൊക്കെ മനസ്സിൽ തോന്നി. പക്ഷേ എന്തുണ്ടായെന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ ഒരു സ്റ്റോപ്പ് പോയിൻറ്റ്. ആദ്യത്തെ ഒരു ലൊക്കേഷൻ എന്ന് പറയണത് തൂനക്കടവ് ഡാമാണ്. ഈ ഡാമിൻ്റെ ഉള്ളിലേക്കൊന്നും പ്രവേശിക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് കാണാം, അത്ര തന്നെയുള്ളൂ. ഇതൊന്നും എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. കാരണം നമ്മൾ ഡാമുകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്.
നമുക്ക് യാത്രയാണ് മെയിൻ. പിന്നെ നമുക്ക് ഈ യാത്രയിലൂടെ കാണാൻ സാധ്യതയുള്ള വന്യമൃഗങ്ങൾ, അപ്പോൾ അതൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത്. അപ്പോൾ ഇവിടെ അധികം ഒന്നും നമുക്ക് കാണാനില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അധികം സ്പെൻഡ് ചെയ്തില്ല. ഒരു 5 മിനിറ്റാണ് മാക്സിമം നമ്മൾ ഈ വ്യൂ പോയിന്റിൽ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഒട്ടും വൈകിക്കാണ്, ഞങ്ങൾ വേഗം കയറിയിരുന്നു. വണ്ടി വിട്ടോ ഇവിടെ ഒന്നും കാണാനില്ല എന്ന മട്ടിൽ. പിന്നെ ചിലവരൊക്കെ വണ്ടിയിൽ കയറിയത് കിളീനൊക്കെ കൊണ്ടിട്ടാണ്. കിളിയൊക്കെ തുടർച്ചയായിട്ട് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുമായിരുന്നു ബസ്സിൽ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നമ്മൾ യാത്ര വീണ്ടും തുടരാണ്. നേരത്തെ നമ്മൾ കണ്ട തൂണക്കടവ് ഡാമിൻ്റെ മറ്റൊരു വ്യൂവും കൂടി ഉണ്ട്. ആ വ്യൂ നിങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ ഇറങ്ങുന്നതോടുകൂടി ആ വ്യൂവും കൂടി ഇതിപ്പം നിങ്ങൾക്ക് കാണാം. ഇതാണ് തൂണക്കടവിൻ്റെ മറ്റൊരു സൈഡ് വ്യൂ എന്ന് പറയണത്. അങ്ങനെ നമ്മൾ കാട്ടിലൂടെയുള്ള യാത്ര നമ്മൾ തുടർന്നു. കാടും ഇതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. കൂടെ തന്നെ ഞാൻ എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ മുന്നിലത്തെ സീറ്റിലേക്ക് മാറി. എനിക്ക് ബാക്കിലിരുന്നിട്ട് നല്ല ചാട്ടമായ കാരണം വീഡിയോയിലൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രൈവർ ചേട്ടനും നമ്മുടെ ഗൈഡിനോടൊക്കെ സംസാരിച്ച് ഞാൻ ഫ്രണ്ടിലിരിക്കുകയാണ് വീഡിയോ എടുക്കാനായിട്ട്. പോകുന്ന വഴിക്ക് ഈ മുളയൊക്കെ ഇങ്ങനെ കൂർത്തിങ്ങനെ നിൽക്കുന്നത് കാണാം. മുളയ്ക്ക് നിൽക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഈ സാധനമൊക്കെ വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും. അതിൻ്റെ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ മുളകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് 1-2 വ്യൂ പോയിൻറ്റ്സ് അവർ പറഞ്ഞായിരുന്നു. അതായത് ഒന്ന് ഡാം വ്യൂ, പക്ഷെ പ്രത്യേകിച്ചൊന്നും ഇവിടെ കാണാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വേഗം പോയിട്ട് ബസ്സിൽ കയറി. ബസ്സിൽ കയറുമ്പോൾ നമ്മൾ പറയില്ലോ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ളവർ വേഗം കയറിയോളൂ എന്ന് കരുതി ഞാൻ ലേറ്റാക്കണ്ട വെച്ചിട്ട് ഞാൻ വേഗം തന്നെ ബസ്സിൽ കയറിയിരുന്നു. പോവാറായിട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടു. അങ്ങനെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു പോവുകയാണ്. ഇവിടെ പറമ്പിക്കുളം ടണൽ എൻട്രി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവിടെ നമുക്കിപ്പോൾ എൻട്രി ഒന്നും ഇല്ല. അങ്ങനെ നമ്മൾ പറമ്പിക്കുളത്തെത്തി. ഇതാണ് ആക്ച്വലി പറമ്പിക്കുളം ടൗൺ എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ മെയിൻ ഏരിയ ആണ്. ഇവിടെ നിന്ന് നമുക്ക് നേരെ പോയിട്ടാണ് പറമ്പിക്കുളം ഡാമിലേക്ക് ഡാം വ്യൂ ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ ആദ്യം പോയിട്ട് പിന്നെ ഉച്ച സമയമായി, നല്ല വെയിലുണ്ട്. അതൊരു എന്താ പറയുക, നമുക്ക് അത്ര ഇപ്പം നമ്മൾ കാലത്ത് നേരത്തെ യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ വൈകിട്ട് യാത്ര ചെയ്യണതും. അപ്പോഴാണ് നമുക്ക് വന്യമൃഗങ്ങളെ കൂടുതൽ കാണാൻ എന്നൊക്കെയും പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഈ യാത്രയിൽ മൃഗങ്ങളൊക്കെ കാണാൻ പറ്റി. പറമ്പിക്കുളം ഡാമിലേക്ക് വന്നു. ഇവിടെയും പ്രത്യേകിച്ച് നമുക്ക് എൻട്രി ഒന്നും ഇല്ല ഉള്ളിലേക്ക്. നമ്മൾ പുറത്തുനിന്ന് ജസ്റ്റ് വ്യൂ ഒന്ന് ആസ്വദിക്കുക, അത്രയ്ക്ക് തന്നെ. പിന്നെ അതുപോലെ തന്നെ ഈ മുന്നിൽ കാണുന്നത് പ്രൈവറ്റായിട്ട് വണ്ടി എടുത്ത് ഉള്ളിലേക്ക് വന്നതാണ്. അപ്പോൾ ഇവർക്ക് എപ്പോഴും ഒരു ഗൈഡ് കൂടെ ഉണ്ടാവണം. പ്രൈവറ്റായിട്ട് നമ്മൾ ബസ് എടുത്ത് വരുമ്പോൾ 250 അങ്ങനെയാണ് പെർ ഹെഡ് ചാർജ് ചെയ്യണേ. പ്ലസ് ഗൈഡിന് 500 രൂപ എത്ര ചാർജ് ചെയ്യുന്നുണ്ട്. അത് കറക്റ്റ് നമുക്കറിയില്ല, കാരണം നമ്മൾ ബസ്സിൽ വന്നുകൊണ്ട് നമ്മൾ അധികം ഡീറ്റെയിലേക്ക് കടന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. ഇനി ഞങ്ങൾക്ക് ഊണ് കഴിക്കാം, അതായത് ലഞ്ച് ടൈം. ഞങ്ങൾ ഉച്ചയോട് കൂടിയാണ് എത്തിയത്, അതുകൊണ്ട് തന്നെ ലഞ്ച് ടൈം ആയതുകൊണ്ട് ഇനി നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് നമ്മളൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ തേക്ക് മരം, അത് കാണാനാണ് നമ്മൾ പോണേ. അത് കുറച്ചും കൂടി ഉൾക്കാട്ടിലേക്കാണ്. ഈ യാത്രയുടെ പ്രതീക്ഷ എന്ന് പറയണത് ആ പോകും വഴിയാണ്. അപ്പോൾ ഇതാണ് പറമ്പിക്കുളം സെൻറ്ററിൽ കടകളൊക്കെയും. ഇവിടെ ഒരു ചെറിയ ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഭക്ഷണം കഴിക്കണവർക്ക് ഭക്ഷണമൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തന്നെ പേ ചെയ്യണം. 150 രൂപയാണ് ഊണിന്.
പിന്നെ ഇവിടെ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പേ ആൻഡ് യൂസ് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ കുറച്ച് നേരം ഇപ്പം എല്ലാവരും ലഞ്ച് ഊണൊക്കെ കഴിച്ച് കഴിയുന്നവരെ ഒരു അരമണിക്കൂറോളം ഇവിടെ എടുത്തു. അപ്പോൾ വെയിറ്റ് ചെയ്യുന്ന വഴിക്ക് നമ്മൾ ആ ഒരു കടയിലേക്കും കയറിയപ്പോൾ നമ്മുടെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴുള്ളൊരു ഓർമ്മയുണ്ടല്ലോ, പുളിപ്പൊടി, ആ സംഭവം കിട്ടി. അപ്പോൾ നമ്മൾ അതൊക്കെ മേടിച്ച് നമ്മളതൊന്ന് കഴിച്ച് നോക്കി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവിടുത്തെ മരത്തിൻ്റെ ഷേപ്പുകൾ ഞങ്ങളൊന്ന് ശ്രദ്ധിച്ചത്. കുരങ്ങൻ്റെ മോതായം പോലെയൊക്കെ ഞങ്ങൾക്ക് തോന്നിയതാവാം. പിന്നെ കരിക്കുരങ്ങന്മാർ ഇവിടെ ധാരാളം ഉണ്ട് കേട്ടോ. എല്ലാ മരത്തിൻ്റെ കൊമ്പുകളിലൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റില്ല. അടുത്ത് പോയി കഴിഞ്ഞ് ഇവറ്റങ്ങൾ ഓടി പോവും. ഇവിടെ എന്തോ പൂവിൻ്റെ എന്തോ സംഭവമൊക്കെ പറിച്ച് കഴിക്കുന്നുണ്ട്. അത്ര വ്യക്തമല്ല. നമ്മൾ അടുത്ത് പൂവാണെന്നുണ്ടെങ്കിൽ ഇവറ്റങ്ങളൊക്കെ ഓടും. അപ്പോൾ ഒരു ഡിസ്റ്റൻസിലിരുന്നാണ് ഇതെല്ലാം ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യണേ. പിന്നെ ഇവറ്റങ്ങളുടെ വാല് നോക്കി കഴിഞ്ഞാൽ നല്ല നീട്ടാണ്. അങ്ങനെ ഞങ്ങളിരിക്കും ഒരു കുരങ്ങിങ്ങനെ കടയുടെ മേലേക്ക് ഇങ്ങനെ കയറി പോകുന്നത് കണ്ടപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഒരെണ്ണമല്ല 2 എണ്ണം ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ഉടനെ തന്നെ അവിടെ ഒരു ബഹളം കേട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു കുരങ്ങനല്ല 2 കുരങ്ങൻ. ഒരു കുരങ്ങൻ ബ്രെഡിൻ്റെ പാക്കറ്റും മറ്റു കുരങ്ങൻ അവിടെ ഇരിക്കുന്ന മുട്ടയും എടുത്തുകൊണ്ട് ഒറ്റ വിടലെ വിട്ടു. അപ്പോൾ അവിടെ ആളുകൾ ഉള്ളിലുണ്ടായിരുന്നു, പക്ഷെ അവരിത് ശ്രദ്ധിച്ചില്ല. കുരങ്ങൻ തക്ക നോക്കി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ചേട്ടൻ അവിടെ വടിയൊക്കെ ആയിട്ട് മുന്നിൽ വന്ന് ഇരിപ്പായി. ഇനി ഇവിടെ വിട്ട് കഴിഞ്ഞ് ഇവിടെ പല നഷ്ടങ്ങളുണ്ടാകുമെന്ന് അവർക്ക് തന്നെ മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ബാക്കിയുള്ളവർക്ക് ഭക്ഷണം കഴിച്ച് വന്ന് ഞങ്ങൾ യാത്ര തുടരാണ്. ഇനിയുള്ള യാത്ര എന്ന് പറയുന്നത് ആ തേക്കുമരം, അതായത് കാടിൻ്റെ ഉള്ളിലേക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് യാത്രയുണ്ട് നമുക്ക്. അപ്പോൾ ആ ഒരു യാത്ര വഴിയിലാണ് ഈ യാത്രയുടെ മെയിൻ ഹൈലൈറ്റ്സ് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. അതായത് വന്യമൃഗങ്ങളെ കാണാൻ സാധ്യതയുള്ള ഒരു റൂട്ടാണ് ഈ തേക്കുമരം തേടിയുള്ള യാത്രയിൽ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ പോകും വഴിക്ക് നമുക്ക് കരിങ്കുരങ്ങനെ ഒക്കെ സ്പോട്ട് ചെയ്തു. കരിങ്കുരങ്ങനെ നമ്മൾ പിന്നെ നേരത്തെ പറമ്പിക്കുളത്ത് ഇറങ്ങിയപ്പോഴും കണ്ടു. അതുപോലെ തന്നെ ദൂരെ മാന്, കാട്ടുപോത്ത്, ഇവയെല്ലാം നമ്മൾ കണ്ടു. പക്ഷെ ക്യാമറയിൽ നമുക്ക് അത്രത്തോളം സൂം ചെയ്ത് കാണിക്കാനായിട്ട് നമുക്ക് പറ്റിയിരുന്നില്ല. അപ്പം ഇത് മാനാണ്, വളരെ അകലെയാണ് നിൽക്കുന്നത്. ഞാൻ പറ്റുന്നിടത്തോളം സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ റൂട്ട് എനിക്കും എൻ്റെ കൂട്ടുകാരന് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ പോകുമ്പോഴേക്കാണ് നമ്മൾ ആ ഒരു സംഭവം കണ്ടത്. ആന, സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം ഒരു ആന അവിടെ നിന്ന് ഇങ്ങോട്ട് പതുക്കെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിർത്തിയിട്ട് നമുക്ക് ഗൈഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും സ്പോട്ട് ചെയ്ത് അപ്പോൾ തന്നെ വണ്ടി നിർത്തി നമുക്ക് കാണിച്ചു തരും. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ആനേനെ, അതായത് നമുക്ക് സാധാരണ ഒരുപാട് ആനകൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും കാട്ടിൽ നിൽക്കുന്ന ആനേനെ കാണാൻ അതൊരു എന്താ പറയുക, അതിൻ്റെ ഒരു ഫീലൊന്നും വേറെയല്ലേ. പല ഗോഷ്ഠികൾ ആന അവിടെ കാണിക്കുന്നുണ്ട്. എന്താണ് ഇത് കാണിക്കുന്നതെന്ന് നമുക്കൊന്നും മനസ്സിലാവണില്ല. അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കി കാണാം. അതുവരെ എല്ലാവരും ഭയങ്കര ബഹളമായിരുന്നു. ആനനെ കണ്ടതോടുകൂടി എല്ലാവരും സൈലൻ്റായി. നമ്മൾ സൈലൻ്റായി ഇരുന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ഈ മൃഗങ്ങളെ കാണാൻ പറ്റുക കൂടുതലായിട്ട്. അപ്പോൾ അത് എല്ലാവരും ഇനി യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഞങ്ങൾക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് കുറച്ച് നോയ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ മെയിൻ സ്പോട്ട് എന്ന് പറയുന്ന ആ ഒരു ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ തേക്കുമരം, അതാണ് നമ്മുടെ മുന്നിലതേ നിൽക്കുന്നത്. പിന്നെ ഈ തേക്കുമരത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. 500 വർഷത്തിന്, അതായത് 500 വർഷം പഴക്കമുള്ള തേക്കുമരമാണ്. അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും എല്ലാം ആ ബോർഡിൽ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് വേണ്ടവർക്ക് പോസ് ചെയ്ത് കാണാവുന്നതാണ്. അങ്ങനെ ഈ മരമൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ നമ്മുടെ കൂടെ വന്ന ഗ്യാങ്ങിനെ
അവിടെ എന്തോ ആ ഒരു തുടുത്ത് നിൽക്കണ അപ്പോൾ അവർക്ക് എന്തോ ഒരു പൂതി തോന്നി. എല്ലാവരും അതുമ്മ കയറിയിട്ട് കെട്ടിപ്പിടിക്കാനുള്ള ഒരു എന്താ പറയുക, തുടിച്ച് നിൽക്കണ അപ്പോൾ എല്ലാവർക്കും ഒന്ന് കെട്ടിപ്പിടിക്കണം എന്നൊരു മോഹം. അങ്ങനെ നമ്മുടെ കൂടെ വന്ന ആ ഗ്യാങ് എല്ലാവരും ഇങ്ങനെ കൈ കോർത്ത് കെട്ടിപ്പിടിച്ച് നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാണ്. അതിനിടയിൽ നമ്മുടെ സുധിനും ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് സുധിനും ഫോട്ടോ എടുത്തു. ഞാൻ പിന്നെ ഫോട്ടോസൊന്നും അധികം അങ്ങനെ എടുക്കാറില്ല, നമ്മൾ പിന്നെ വീഡിയോ പിടിച്ചിങ്ങനെ നടക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ അവിടെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ മടങ്ങാണ്. ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏകദേശം വൈകിട്ട് ഒരു 5 മണി ആവാറായി. അപ്പോൾ അതുകൊണ്ട് തന്നെ മൃഗങ്ങളൊക്കെ തിരിച്ച്, അതായത് ഈ വെയിലൊക്കെ വരുമ്പോൾ മൃഗങ്ങളൊക്കെ കൂടുതൽ ഉള്ളിലേക്ക് പോവും. അവർക്ക് തിരിച്ച് വരുന്ന ഒരു ടൈം ആയതുകൊണ്ട് നമുക്ക് പലരെയും നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ കാഴ്ചകളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. cross பண்ணிடுது. இங்க பாரு பாப்பா. பாத்தீங்களா? മലയണ്ണാൻ. ഇത് മലയണ്ണാനാണ്. പക്ഷെ നമുക്ക് അധികം അങ്ങോട്ട് ക്ലിയർ ആവണില്ല, ചെടികളുടെ ഇടയിലാണ് നിൽക്കണേ. അപ്പോൾ ഗൈഡുകൾ ഇങ്ങനെ നോക്കി ഈ സ്പോട്ട് ആകുമ്പോൾ അവർക്ക് അറിയാം ഏതൊക്കെ ലൊക്കേഷനിൽ എന്തൊക്കെയുണ്ട്. ഈ 20 മിനിറ്റ് യാത്രയാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു യാത്ര എന്ന് പറയുന്നത്. അതായത് ഫോറസ്റ്റിൻ്റെ ആ ഒരു ഉൾക്കാട്ടിലേക്ക് പ്രവേശിച്ചത് ആ വഴിയിലൂടെയാണ്. പോകുന്ന വഴിക്ക് മയിലുകളൊക്കെ ഇഷ്ടം പോലെ നമ്മൾ സ്പോട്ട് ചെയ്തു. അതുപോലെ തന്നെ മാനുകൾ. ഞാൻ പറഞ്ഞല്ലോ, നേരെ വൈകിയോണ്ട് നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിർത്തിയപ്പോൾ അവിടെ കുറച്ചൊന്ന് ഡിലേ വന്നു. ആ ഡിലേ വന്ന കാരണമായിരിക്കാം ഒരു പക്ഷെ നമുക്ക് ഇങ്ങനത്തെ മൃഗങ്ങളെ വീണ്ടും കാണാൻ പറ്റിയ. അല്ലെങ്കിൽ നട്ടുച്ചയ്ക്ക് നിങ്ങൾ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മൃഗങ്ങളൊക്കെ സ്പോട്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. വരും വഴിക്ക് ഇഷ്ടം പോലെ മയിലുകളെയാണ് നമ്മൾ കണ്ടത്. പിന്നെ കാട്ടുപോത്തിനെ കണ്ടു. പക്ഷെ കാട്ടുപോത്തിനെ നമുക്ക് സൂം ചെയ്തിട്ട് കാണിക്കാനായിട്ട് ക്ലിയർ ആയില്ല, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് മയിലാണ് പീലി വിടർത്തി നിൽക്കുന്നത്. നമ്മൾ വണ്ടി സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ജസ്റ്റ് സ്ലോ മോഷനിൽ കാണിച്ചതാണ് മയിൽ പീലി വിടർത്തിയത്. വളരെ ഭംഗിയാണ് കാണാൻ, പക്ഷെ നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. ഇവിടെ ആനകൾ കൂട്ടത്തോടേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടാ. കൂട്ടത്തോടേക്ക് ഇങ്ങനെ ഒരുപാട് നിങ്ങൾ കാണാം. എന്തായാലും കാട്ടിലേക്ക് വന്നിട്ട് ആനനെ പോലും കണ്ടില്ല എന്നുള്ള വിഷമം എന്തായാലും ഈ പറമ്പിക്കുളം ഫോറസ്റ്റിലേക്ക് വന്ന നിങ്ങൾക്ക് ആ ഒരു വിഷമം മാറ്റാം, അത് ഉറപ്പായിട്ടും. അങ്ങനെ നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കാണ്. എവിടുന്ന് തുടങ്ങിയോ അവിടേക്ക് ഞങ്ങൾ തിരിച്ചെത്തി. ഇനി നമുക്ക് ഇവിടെ നിന്ന് കാർ എടുത്തിട്ട് പോകണം. അങ്ങനെ ട്രിപ്പ് അടിപൊളിയായി. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ ആ ട്രിപ്പ് അവസാനിക്കുന്നതോടുകൂടി എല്ലാം അടിപൊളിയായി അവസാനിച്ചു. അങ്ങനെ ഞങ്ങളൊന്ന് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാനുള്ള അവസരമൊക്കെ ഉണ്ട്. ഫ്രഷായി ഞങ്ങളിത് അങ്ങനെ ഈ യാത്ര അവസാനിപ്പിക്കാമെന്ന് കരുതി ഞങ്ങളിങ്ങനെ വരുമ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പറമ്പിക്കൂടെ വന്നിട്ട് ഫോട്ടോ ഒന്നും എടുക്കാണ്ട് പോകുന്നത് ശരിയല്ലല്ലോ. ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. പോകും വഴി മയിലുകളൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ പതുക്കെ നോക്കിയാണ് പോയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.